ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാൻ മാസം വെളിപ്പാടകലെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ജുമാക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധമായ റമളാൻ, ആ മാസത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പിന്നിട്ട് പോയ ജീവിതത്തിൻ്റെ ഓരോ വർഷത്തിലും റമളാൻ വരുമ്പോൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ റമളാനുമായി ബന്ധപ്പെടുന്ന പുതിയ അറിവുകൾ പകർന്നു നൽകുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല, നടക്കുന്ന കാര്യവുമല്ല. അറിയുന്ന കാര്യങ്ങൾ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ഓരോ ജുമാകളുടെയും കർത്തവ്യം എന്നുള്ളത്. ഓരോ ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന വിധത്തിലുള്ള ചലനമുണ്ടാക്കാം സാധ്യതയുള്ളത് കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ പോലും ഒരിക്കൽ കൂടി പറയുന്നതോ പഠിക്കുന്നതോ ചിന്തിക്കുന്നതോ ആലോചിക്കുന്നതോ ഇപ്പോഴും മാറ്റത്തിന് ഉപകാരപ്പെടാറുണ്ട് എന്നതാണ് വാസ്തവം. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ചില കാര്യങ്ങൾ, പഴയ തമാശകൾ, ജീവിതത്തിൽ പിന്നിട്ട് പോയ ചില കാലഘട്ടത്തിൻ്റെ ചില തമാശകൾ എനിക്കും അറിയാം, എൻ്റെ കൂട്ടുകാരനും അറിയാം. എന്നിരുന്നാൽ പോലും പിന്നീട് നമ്മളത് ഓർത്തു പറയുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ചിരിക്കാനുള്ള ഒരു തമാശ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞു പോയ തമാശയും പറഞ്ഞിട്ട് ഓർത്ത് ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് പറയുമ്പോഴും ഓർക്കുമ്പോഴും നമുക്കതിൽ ചലനം ഉണ്ടാക്കാൻ കഴിയും, നമ്മുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ സങ്കടങ്ങൾ, അറിയാവുന്ന കഥകളൊക്കെ ആയിരിക്കും, ഷഹാബത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പലസ്തീൻ മക്കളുടേതായിരിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കുമ്പോൾ വൈകാരികമായി നമ്മളുടെ കണ്ണുകൾ നിറയുകയും നമ്മുടെ മനസ്സ് അത് കാരണം ഉടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പറയുമ്പോഴും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നുകൂടി കേൾക്കുക, ഒന്നുകൂടി പറയുമ്പോൾ അത് നമുക്ക് ചലനം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പുതുതായി ഒന്നും പറയാനില്ല. അറിയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പറയുമ്പോൾ നമുക്കത് മാനസികമായ ഒരു മാറ്റം, ഒരു തയ്യാറെടുപ്പ്, നന്നാവാനുള്ള ഒരു ചിന്താഗതി, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ അതുണ്ടാകും. പറയുന്ന എനിക്കും അത് ഉണ്ടായേക്കാം, കേൾക്കുന്ന നിങ്ങൾക്കും അതുകൊണ്ട് ഉണ്ടായേക്കാം. ഇതാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലെങ്കിൽ തന്നെ വിശ്വാസികളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ പിടയ്ക്കുന്നവരും, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതപ്പെടുമ്പോൾ, അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയുക, ഒന്നുകൂടി കേൾക്കുക. അങ്ങനെ കേൾക്കുകയും അറിയുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ് ഈ റമളാൻ മാസത്തിൻ്റെ ഓരോ അമലുകൾക്കും നമുക്ക് നാന്ദിയാകുക, നമുക്ക് പ്രചോദനമാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം അതുകൊണ്ട് നമ്മൾ റമളാൻ മാസത്തിൻ്റെ മഹത്വങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ മഹത്വങ്ങൾ അക്കമിട്ട് നിരത്തി റസൂൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒട്ടനവധി കാര്യങ്ങൾ, ഓരോ വചനത്തിലും ഒട്ടനവധി കാര്യങ്ങൾ റസൂൽ പറയുന്നുണ്ട്. റമളാൻ്റെ ആദ്യ നിമിഷം മുതൽ തുടങ്ങിയിട്ട് അവസാന നിമിഷം വരെ നിൽക്കുന്ന റമളാൻ്റെ പവിത്രമായ സവിശേഷമായ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ, അതിൻ്റെ ബറക്കത്തുകൾ, അങ്ങനെ അതിൽ ചെയ്യേണ്ട വിശിഷ്ടമായ അമലുകൾ എല്ലാം റസൂലുള്ളാഹി കഴിവിൻ്റെ പരമാവധി വാചാലനായിരുന്നു റസൂൽ ഈ വിഷയത്തിൽ. ആ മാസത്തെ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ഇത്രയേറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള വചനങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. അത്രമേൽ സംസാരിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്രയേറെ മഹത്വമുണ്ട് റമളാൻ മാസത്തിന്. എന്നാൽ റസൂല് പറഞ്ഞുപോയ എല്ലാ മഹത്വങ്ങളും അവിടെ നിൽക്കട്ടെ. റസൂല് വിശദീകരിച്ച എല്ലാ മഹത്വങ്ങളുടെയും കാരണം, എല്ലാ പരിശുദ്ധിയുടെയും കാരണം, ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും റമളാൻ ഉൾക്കൊള്ളുന്ന അതിമഹത്തായ സവിശേഷതയുടെ കാതലായ കാരണത്തെക്കുറിച്ചാണ് ഖുർആൻ നേർക്ക് നേർ സംസാരിക്കുന്നത്. ആദ്യം റമളാനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ, അള്ളാഹ് നേരിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് പറയുന്നത് ഏറ്റവും കാമ്പുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ കാതലാണ്. ബാക്കിയൊക്കെ റസൂൽ പറയുന്നുണ്ട്.
ബാക്കി വിശദീകരണങ്ങൾ റസൂൽ പറയുന്നു. അള്ളാഹു നേരിട്ട് പറയുന്നത് എന്താണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസ്മുഹു വമൻ കാന മരിയദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. ഈ വിശുദ്ധ ഖുർആൻ വിശാലമായ ഒരു ആയത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്ത്. ഇവിടെ ഖുർആൻ സംസാരിക്കുന്നു. നോക്കൂ, എന്താണ് റമളാൻ മാസം? എന്താണ് റമളാൻ മാസം എന്നറിയുമോ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആൻ അവതീർണമായ മാസമാണ് ഷഹ്റു റമളാൻ എന്നുള്ളത്. ഇതാ ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ അവതീർണമായ മാസം. ഖുർആൻ നിസ്സാരമായ ഒരു ഗ്രന്ഥമല്ലല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വചനം അത് നമുക്ക് അവതീർണമായതിന്റെ ആരംഭം കുറിക്കുന്നത് ഈ റമളാൻ മാസത്തിലാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം എന്ന് വിശുദ്ധ ഖുർആൻ. റമളാൻ മാസത്തിൽ എവിടെയാണ്? റമളാൻ മാസത്തിൽ തന്നെ ഏറ്റവും പരിശുദ്ധമായ ഒരു രാത്രിയിൽ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഏറ്റവും പരിശുദ്ധമായ ബറക്കത്താക്കപ്പെട്ട ഒരു രാത്രി. ആ രാത്രിയിലാണ് ഖുർആൻ നാം അവതീർണമാക്കിയത് എന്ന് അത് അല്പം കൂടി വിശദീകരിച്ച് മറ്റൊരു ഭാഗത്ത് സംസാരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഒറ്റ രാത്രിക്ക്. അത്രയും പരിശുദ്ധമായ പരിപാവനമായ വിധി നിർണായകമായ ഒരു രാത്രി. ആ രാത്രിയിലാണ് ഖുർആൻ നാം അവതീർണമാക്കിയതെന്ന്. ആ രാത്രി എവിടെയാണ്? ആ രാത്രി നിൽക്കുന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അത് റമളാൻ മാസത്തിലാണെന്ന്. അത് ഒരൊറ്റ രാത്രി ഉൾക്കൊള്ളുന്ന ഒരു മാസം. അതാ ഖുർആൻ സംസാരിക്കുന്നത്. ഒരൊറ്റ രാത്രി. ആ രാത്രിയുടെ മഹത്വം എന്താണ്? ഖുർആൻ അവതീർണമായി എന്നുള്ളതാണ്. ആ ഖുർആൻ അവതീർണമായ ഒരു രാത്രി ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ ഒരു മാസം മുഴുവനും അള്ളാഹു പരിശുദ്ധമാക്കി, അതിന് പരിപാവനമാക്കി. എന്നിട്ട് അള്ളാഹു പറയാണ്, അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസ്മുഹു, നിങ്ങൾ ആ മാസത്തിലൂടെ കടന്നു പോകുന്നവർ നോമ്പനുഷ്ഠിക്കണമെന്ന്. ആ മാസത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ തീർച്ചയായിട്ടും നോമ്പനുഷ്ഠിക്കണമെന്ന്. അതിലാരെങ്കിലും യാത്രക്കാരാണ്, രോഗികളാണ്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ, തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പകരമായി മറ്റു ദിവസം ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റേതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് നിങ്ങൾ പൂർത്തീകരിക്കണമെന്നും ഖുർആൻ സംസാരിക്കുന്നു. ഖുർആൻ അവതീർണമായ മാസം, ഖുർആൻ എന്ന അനുഗ്രഹം നിങ്ങൾക്ക് നൽകപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ആ ഒരു മാസം മുഴുവനും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കണമെന്ന് ഖുർആൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. വ്രതം ഏറ്റവും മഹത്തായ സമാനതകളില്ലാത്ത ഒരു അമലാണ്, നമ്മൾ പറഞ്ഞുപോയ കാര്യമാണ്. ഈ വ്രതത്തിലേക്ക് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് അള്ളാഹു വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ഖുർആൻ അവതീർണമായതുകൊണ്ട്, ഖുർആൻ നമുക്കാണ് അവതീർണമായത്, മുഹമ്മദ് നബിയുടെ സമുദായത്തിനാണ് അവതീർണമായത്. അതുകൊണ്ട് നമുക്ക് മാത്രം നിർബന്ധമാക്കപ്പെട്ട പ്രത്യേകമായ ഒരു സിസ്റ്റമാണ് വ്രതം എന്നാരും കണക്കാക്കണ്ട. കുതുബ അലൈക്കുമുസ് സിയാം, ഖുർആൻ അതും സംസാരിക്കുമ്പോൾ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു കുതുബ അലൈക്കുമുസ് സിയാമു കമാ കുതുബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുമ്പുള്ളവർക്കും ഉണ്ടായിരുന്നു ഈ സംവിധാനം. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നു വ്രതം എന്നുള്ളത്. അതിന് ഈ ശൈലിയായിരുന്നില്ല, ഈ സ്വഭാവമായിരുന്നില്ല, ഈ രൂപമായിരുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കണമെന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരുടെ നോമ്പുകൾക്ക് അത്താഴം പോലും ഇല്ലാത്ത 24 മണിക്കൂർ നീണ്ടുനിന്ന നോമ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രൂപത്തിൽ അവർക്ക് നോമ്പുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മാത്രമാണ് ഒരു മാസം മുഴുവനും, അതും അതിൻ്റെ പകലുകളിൽ മാത്രമെന്ന നിലയിൽ ഒരു നോമ്പിന്റെ സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു മാസം മുഴുവനുമായി ഈ നോമ്പ് പകൽ മാത്രം അനുഷ്ഠിക്കണമെന്ന് അള്ളാഹു സിദ്ധാന്തിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം റബ്ബ് വിശദീകരിച്ചത് അത് ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ്. ആ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. ഇത് ഖുർആൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് സംസാരിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞു ഖുർആൻ ഇറങ്ങിയ മാസം റമളാൻ, അതുകൊണ്ട് ആ റമളാൻ മാസത്തിലൂടെ കടന്നു പോകുന്നവർ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് റബ്ബ് ആവശ്യപ്പെടുമ്പോൾ ഇതിന് മുമ്പും പിമ്പും പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇത് പറഞ്ഞാൽ മതി അള്ളാഹുവിന് ഖുർആൻ ഇറങ്ങിയ മാസം, അതുകൊണ്ട് നിങ്ങൾ ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കണമെന്ന്. പക്ഷെ അതിന് മുമ്പും ശേഷവും പറഞ്ഞ വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഇത് ആദ്യം പറയുന്നത് ഖുർആൻ. ആ ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കാണ്. അവിടെ ആ ഭാഗത്ത് അത്ര വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നോമ്പ് പിടിക്കാൻ പറയലാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് റമളാനെ പരിചയപ്പെടുത്തണം, എന്നിട്ട് നോമ്പ് പിടിക്കാൻ ആവശ്യപ്പെടലാണെങ്കിൽ ഈ വാചകങ്ങളുടെ ആവശ്യമേ ഇല്ല. ഈ വാചകങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി ഒരു വിഷയം വിശ്വാസികളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങളുടെ വഴികാട്ടിയായിട്ടാണ് ഖുർആൻ അവതീർണമാകുന്നത് എന്ന്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ തെളിവുകൾ വിശദീകരിക്കുന്നുണ്ട് ഈ ഖുർആനിൽ. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വ്യക്തമാക്കുന്ന വിശദീകരണങ്ങളും ഈ ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്. ഇത് നമ്മൾ പറഞ്ഞു പോകുന്ന, എല്ലാ വർഷവും നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാചകങ്ങളാണ്. ആ വാചകങ്ങൾക്കുള്ളിൽ അള്ളാഹു ഒളിപ്പിക്കുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ചിന്തിക്കാൻ വളരെയേറെ കാര്യങ്ങളുണ്ട് ഈ വാക്കുകളിൽ. ഹുദ,
മാർഗം സന്മാർഗമെന്ന് മാത്രമല്ല, ഹുദയ്ക്ക് ജീവിത മാർഗമെന്ന് അർത്ഥം കൂടിയുണ്ട്. 2 തരം ഹുദകളാണുള്ളത്. 2 തരം ഹുദയുണ്ട് അള്ളാഹു സംവിധാനിക്കുന്നു. മനുഷ്യരുടെ മുമ്പിലേക്ക് സൃഷ്ടികളുടെ മുമ്പിലേക്ക് 2 ഹുദകൾ വരുന്നുണ്ട്. ഒന്ന് മനുഷ്യന്റെ ജീവിതശൈലിയാണ്, നമ്മുടെ ജീവിതശൈലിയാണ്. നമ്മൾ ഇങ്ങനെ ജീവിക്കണമെന്നത് നമ്മൾ അള്ളാഹു പഠിപ്പിച്ച സംഗതിയാണ്. ഇത് അള്ളാഹുവിന് തീരുമാനമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയേ തീരൂ. അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ എല്ലാത്തിനെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു, അവൻ മനുഷ്യ പ്രകൃതിയെ സംവിധാനിച്ചിരിക്കുന്നു. മനുഷ്യനെ രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവാണ്. ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു മനുഷ്യനെ. എന്നിട്ടോ ഫഹദ, അവൻ വ്യക്തമായ ഒരു ജീവിത ശൈലിയും പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ. നോക്കൂ, മനുഷ്യ ജീവിതത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയാൽ തന്നെ അവൻ അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്ന്. എത്ര മനോഹരമായി മനുഷ്യനെ സംവിധാനിച്ചു അല്ലാഹു. ഈ സൃഷ്ടിപ്പിന്റെ ഘടനയെക്കുറിച്ച് എന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല? ഈ രൂപത്തിൽ മനുഷ്യനെ സംവിധാനിച്ചത്, കൈകൾ ഇങ്ങനെ, കൈകൾ 10 വിരലുകളായി ഈ കൈകളെ സംവിധാനിച്ചതിന്റെ കാര്യം എന്താണ്? റബ്ബിന്റെ ഡിസൈനാണ്. ഏറ്റവും മനോഹരമായിട്ട് അതെ, തീൻ മരത്തെ കൊണ്ട് സത്യം, അത്തിപ്പഴത്തെ കൊണ്ട് സത്യം, ജൈത്തൂൻ മരത്തെ കൊണ്ടും സത്യം, പർവ്വതത്തെ കൊണ്ട് സത്യം, ഈ മക്ക എന്ന മനോഹരമായ നിർഭയത്വമുറങ്ങുന്ന സുരക്ഷിതത്വ ബോധമുള്ള സമൂഹത്തിന് അവസരമൊരുക്കുന്ന മനോഹരമായി നാട്ടിനെ കൊണ്ട് സത്യമിട്ട് പറയട്ടെ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായിട്ട് അല്ലാഹു മനുഷ്യനെ ഡിസൈൻ ചെയ്തിരിക്കുന്നുവെന്ന്, മനുഷ്യനെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. എന്നിട്ട് മനുഷ്യനോ ഏറ്റവും പരക്കെ പറ്റ താഴ്ന്നവനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മറ്റ് ജീവിവർഗങ്ങളെക്കാൾ മോശമായിട്ട് അവൻ അടിസ്ഥാനപരമായി എത്ര മനോഹരമായി മനുഷ്യനെ സംവിധാനിച്ചു. സൃഷ്ടിപ്പിൽ ഏറ്റവും ഉന്നതനായി മനുഷ്യനെ അല്ലാഹു സംവിധാനിച്ചു. എന്നിട്ടും ഏറ്റവും മോശപ്പെട്ടവനായി മനുഷ്യന്റെ ജീവിതം മാറിയിട്ടുണ്ട് എന്ന് ഖുർആൻ സംസാരിക്കുന്നു. ഏറ്റവും മനോഹരമായി മനുഷ്യനെ സംവിധാനിച്ചു അല്ലാഹു. ഇതിന് ഓരോ കൈ, കാല്, മൂക്ക്, കണ്ണ്, ഇതിനൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാൻ, അല്ല ഇത് ഇവിടെയല്ല പെർഫെക്റ്റ്, ഈ കണ്ണുകൾ ഇവിടെയല്ല വരേണ്ടിയിരുന്നത്, ഇതിനേക്കാൾ നല്ല മനോഹരമായ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ഈ കാതുകൾ മാറ്റാൻ, ഈ കാതുകൾ ഇവിടെയല്ല വരേണ്ടിയിരുന്നത് എന്ന്. നമ്മുടെ ഓരോ അവയവങ്ങളും ഇത് ഇവിടെയായിരുന്നില്ല, ഈ രൂപത്തിലല്ലായിരുന്നു, ഇതിനേക്കാൾ മനോഹരമായ ഒരു ഡിസൈൻ എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ തടിമെടുക്കുള്ള, തന്റെ ഇടമുള്ള, ഇരുകാലികളായി ബുദ്ധിജീവികളായി ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് സാധ്യമാകുമോ? ഒരിക്കലും സാധിക്കില്ല. ഇത്രയും മനോഹരമായിട്ട് അള്ളാഹു നമ്മളെ സംവിധാനിച്ചിട്ടുണ്ട്. കുറ്റമറ്റ നില അന്യോന്യമായ ഒരു സംവിധാനം മനുഷ്യ പടപ്പിൽ അള്ളാഹുവിൻ്റെതായി കാണാൻ കഴിയും. ഈ കരവിരുതിന്റെ പിറകിൽ ആരാണെന്ന് ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ടാവണ്ടേ? ഈ വിധത്തിൽ സംവിധാനിച്ചത് പോയിട്ട് അല്ലാഹു ഫഹദ എന്ന് പിന്നെ അതിനുള്ള ജീവിത ശൈലിയും ബോധ്യപ്പെടുത്തി. കൈ ഇങ്ങനെ വെച്ചത് കൊണ്ട് കാര്യമില്ല, ഇതുകൊണ്ട് എടുക്കാനും പിടിക്കാനും, ഇതുകൊണ്ട് എഴുതാനും, ഉരുട്ടി വായിലേക്ക് വെക്കാനും, ഇതുകൊണ്ട് തലോടാനും, ഈ കൈകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറെ ഉപയോഗങ്ങളുണ്ട് എന്ന് മനുഷ്യനെ പഠിപ്പിച്ചതാരാണ്? ഓരോ ജീവിവർഗങ്ങളെയും. മൂസ നബിയോട് ചോദിച്ചു, ഫമൻ റബ്ബുക്കുമായ മൂസ, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് പറയും മൂസ, നിന്റെയും നിന്റെ സഹോദരന്റെയും റബ്ബ് ആരാണെന്ന്. അല്ലദീ അഅത കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ എന്ന് മൂസ നബി പറഞ്ഞ മറുപടി എന്നറിയുമോ? എന്റെ റബ്ബാരെന്നറിയുമോ ഫറോവ? നിങ്ങൾക്ക് എന്റെ റബ്ബാരെന്നറിയുമോ? ഈ കാണുന്ന സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവനും അവയ്ക്കെല്ലാം ജീവിതശൈലി പഠിപ്പിച്ചവനുമാണ്. ഈ മൃഗങ്ങളുടെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ അവർ ജീവിക്കുന്നത്? ആരാ അവരോട് ഇണചേരാൻ പറഞ്ഞത്? ആരാണ് കൂടുകൂട്ടാൻ പറഞ്ഞത്? ആരാണ് ഭക്ഷണം തേടി പോകാൻ പറഞ്ഞത്? ആരാണ് സന്താനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞത്? മുട്ടയിടാനും വിരിക്കാനും വേണ്ടി കൂടുണ്ടാക്കാൻ പറഞ്ഞത് ആരാണ്? ഇങ്ങനെ ഒരു ജീവിത ശൈലി ജീവജാലങ്ങളെ പോലും പഠിപ്പിച്ചവനാര്? തേനീച്ചയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ഖുർആൻ. ആരാണ് ഈ ജീവിതം പഠിപ്പിച്ച് തേനീച്ചയെ? ഓരോന്നിനും നോക്കുന്നത്. കാക്ക, നമ്മൾ നിസാരമായി കാണുന്ന കാക്കകൾ പോലും അവർ പറന്ന് ഈ ചില്ലകൾ തോറും പറന്നിറങ്ങിയിട്ട് ഉണക്ക ചില്ലകളും ഉണക്ക കമ്പുകളും അങ്ങനെ ഇറുക്കലുകളും ഒക്കെ പെറുക്കിയെടുത്തു കൊണ്ടുപോയി വൃക്ഷത്തിന്റെ മുകളിൽ മനോഹരമായ ഒരു കൂടൊരുക്കിയിട്ട് ആ കൂടിൽ മുട്ടയിട്ട് അതിൽ അടയിരിക്കുമ്പോ ആ കാക്കയെ പഠിപ്പിച്ച് ഈ ജീവിതം പഠിപ്പിച്ചവനാരാണ്? ആ കാക്ക മാറിപ്പോകുമ്പോ അതേ കൂട്ടിൽ വന്ന് മുട്ടയിട്ട് പോകുന്ന കുയിലിനെ ഈ ജീവിതം പഠിച്ചവനാരാണ്? അതാ അല്ലാഹു പറയുന്നത്. ഓരോ മനുഷ്യനെയും ജീവജാലങ്ങളെയും ജീവിതശൈലി പഠിപ്പിച്ചവൻ. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്റെ റബ്ബാരെന്നറിയുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് ജീവിതശൈലി പഠിപ്പിച്ചവനുമാണ് എന്റെ ദൈവമെന്നാണ്. അതിൽ ഈ കല്ലുകൾക്ക് പങ്കില്ല. ബാപ്പ ഉണ്ടാക്കി ഇവിടെ അങ്ങാടിയിൽ വിൽക്കുന്ന ഈ കല്ലുകളല്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സൃഷ്ടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം പഠിപ്പിച്ചില്ലേ? രാത്രി ഉറങ്ങുന്ന, പകൽ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന, വിവാഹം കഴിക്കുന്ന, മക്കളെ ഉണ്ടാക്കുന്ന, അങ്ങനെ ഈ ജീവിതം ആരാ നമ്മൾ പഠിപ്പിച്ചത്? ഈ ജീവിതശൈലി ആരാ നമ്മൾ പഠിപ്പിച്ചത്?
ഈ 2 കാലുകൾ കൊണ്ട് നടക്കാൻ. കാലുണ്ടായിട്ട് കാര്യമില്ല, ഇത് നടന്നു പോകാൻ വേണ്ടിയുള്ളതാണ് കാലുകളെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? അതിന് ഓരോ അവയവങ്ങളെയും സംവിധാനിച്ചിട്ട് ഇങ്ങനെ ഒരു ജീവിത ശൈലി നമ്മളെ ബോധ്യപ്പെടുത്തി നമുക്ക് അറിയിച്ചു നൽകി അള്ളാഹു. അതാ ഒന്നാമത്തെ ഹുദ എന്നുള്ളത്. അത് എല്ലാ ജീവവർഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ ഹിദായത്ത്. അത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ പൊതുവായ ജീവിത ശൈലിയിലെ നല്ല കാര്യങ്ങൾ പോലും വ്യക്തവും സ്പഷ്ടവുമായി ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾ മഹാഭൂരിപക്ഷവും ആ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അതാണ് പ്രകൃതിയുടെ അനിവാര്യത. എന്നാൽ പ്രകൃതി വിരുദ്ധരായി ജീവിക്കുന്ന ജനങ്ങൾ വരെ ഉണ്ടാകുന്നു. അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ എന്ന് ഖുർആൻ സംസാരിച്ചത്. എന്ന് വിവാഹം കഴിച്ച് വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു? കുടുംബമായി ഒന്നിച്ച് ജീവിച്ച് സന്താനങ്ങൾ ഉണ്ടാക്കി ആ സന്താനങ്ങൾക്ക് ചെലവിന് കൊടുത്ത് അവർക്ക് ആവശ്യമായതെല്ലാം കൊടുത്ത് സ്നേഹവും കരുണയും കൊണ്ട് മൂടി അവരെ വളർത്തി വലുതാക്കി അവർക്ക് അനുയോജ്യമായ വിവാഹം നടത്തി അവരെയും കുടുംബമാക്കി പറിച്ചു നട്ട് അങ്ങനെ ജീവിതത്തിനെ ആസ്വദിക്കാൻ, അതാണ് ജീവിത ശൈലി എന്ന് ഖുർആൻ സംസാരിക്കുന്നു. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ജാതി മതവും ഉണ്ട് ഇതിന്. പക്ഷേ എന്നാൽ ഇന്ന് അതിനെയും അട്ടിമറിച്ചിട്ട് കുടുംബ സങ്കല്പങ്ങളെ പോലും തകർത്തെറിഞ്ഞിട്ട് മനുഷ്യൻ വളരെ മ്ലേച്ഛമായ നിലയിൽ അവന്റെ ലൈംഗിക ആസ്വാദനത്തിന്റെ തലം മാത്രമാണ് ആണും തമ്മിലുള്ള ബന്ധം. അതിന് ചായ കുടിക്കാൻ ചായക്കട മേടിക്കണ്ട എന്ന് പറയുന്ന കേവല ഉദാഹരണം ഉദാഹരിച്ചുകൊണ്ട് മനുഷ്യനെ വിവാഹബന്ധങ്ങളിൽ നിന്ന്, പ്രതിബദ്ധതകളിൽ നിന്ന്, കമ്മിറ്റ്മെന്റുകളിൽ നിന്ന്, മക്കൾ, സന്താനം, കുടുംബം എന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന്, ഈ കെട്ടുറപ്പുള്ള ജീവിത വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പുരോഗമനം അതല്ല, ലിബറൽ ചിന്താഗതി അതല്ല. അങ്ങനെ അങ്ങും ചെയ്യും. ആണും പെണ്ണിനെ സ്വതന്ത്രമായി വ്യവഹരിക്കട്ടെ എന്ന്. വിശക്കുമ്പോ ആഹാരം കഴിക്കണം, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ദാഹം തോന്നിയാൽ, വൈകാരികമായ ആവേശം തോന്നിയാൽ അപ്പൊ കാണുന്നവനോടൊപ്പം അല്പസമയം ചെലവഴിച്ചിട്ട് വികാരങ്ങൾ പൂർത്തിയാക്കി ആണിനും പെണ്ണിനും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോകാം. കടമകളും കടപ്പാടുകളും ഇല്ല എന്നിവിടെ. ഇത് ഏറ്റവും മനുഷ്യനെ നികൃഷ്ടമാക്കിയ സംവിധാനമാണ് ഈ പുരോഗമനം. അതാ ഖുർആൻ അടിസ്ഥാനപരമായി മനുഷ്യനെ പഠിപ്പിച്ചൊരു ജീവിത ശൈലിയുണ്ട്. അത് ഒന്നുകൂടി ഉണർത്തുന്നുണ്ട് ഈ ഖുർആനിൽ ഹുദൽ ലിന്നാസ്. പിന്നെയോ വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പിന്നെ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. പിന്നെയോ സത്യവും അസത്യവും, ന്യായവും അന്യായവും, ധർമ്മവും അധർമ്മവും, നല്ലതും ചീത്തയും വളരെ വ്യക്തമായും സ്പഷ്ടമായും വിശദീകരിച്ചുകൊണ്ട്, അതാ ഫുർഖാൻ എന്ന് പറയുന്നത്. ഇത് വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. വെറുതെ പറഞ്ഞു പോവില്ല. നല്ലതെല്ലാം ഇതാണ്, തിന്മയെല്ലാം ഇതാണെന്ന് വാക്കുകൾ കൊണ്ട് അക്കമിട്ട് നിരത്തുകയല്ല ചെയ്യുന്നത്. മറിച്ച് നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും സ്ഥാപിക്കുന്നുണ്ട് വളരെ വിശദമായ വിശദീകരണങ്ങളിലൂടെ. ബയ്യിനാത്ത് വിശദീകരിക്കുന്നു അല്ലാഹു. വെറുതെ പറയല്ലേ ഇതാണ് നന്മ എന്ന് പറഞ്ഞു പോവില്ല. ഇത് നന്മയാണ്. എന്തുകൊണ്ട് മനുഷ്യർ ഇത് നന്മയായി, എന്തുകൊണ്ട് ഇത് നന്മയായി പടച്ചവും വിശദീകരിക്കുന്നു. മനുഷ്യനോട് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കും. മനുഷ്യന് ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്റെ ഭാഷയാണ് ഖുർആൻ. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്ക്, ആലോചിക്കും. മനുഷ്യരെ ആലോചിച്ച് മനസ്സിലാക്കും. നിങ്ങൾ ബുദ്ധിയുടെ ചെപ്പ് തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഞാൻ പറയാം നിങ്ങളോട്, ഇത് നന്മയാണ്, എന്തുകൊണ്ട് നന്മയായി? ഇത് തിന്മയാണ്, എന്തുകൊണ്ട് തിന്മയായി? മാതാപിതാക്കളോട് നിങ്ങൾക്ക് കടമയുണ്ട് എന്ന് റബ്ബ് കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണം അല്ലാഹു വിശദീകരിച്ചു. വേദനയുടെ മേൽ വേദനയുമായി ഗർഭം ചുമന്നില്ലേ അവൾ നൊന്ന് നിന്നെ പ്രസവിച്ചില്ലേ? അവൾ നിന്നെ പോറ്റി വളർത്തിയില്ലേ? നിനക്ക് മുലകൂട്ടിയില്ലേ? നിന്നെ സ്നേഹത്തോടെ പരിലാളിച്ചില്ലേ? ആ ഉമ്മയോട് നിന്നെ കടമയില്ലേ എന്ന് വളരെ വ്യക്തമായി ഖുർആൻ സംസാരിച്ചു. ആ കടമയെ കുറിച്ച് പറയുമ്പോൾ പോലും അതിന്റെ കാരണം വിശദീകരിച്ചു. അത് നന്മയെന്ന്. എന്നൊരു വാക്ക് പോലും നീ പറയില്ല എന്ന് എന്തുകൊണ്ട് പറയാൻ പാടില്ല? എന്തുകൊണ്ട് പറയാൻ പാടില്ല? നിന്നെ വളർത്തെടുത്ത്, നിന്നെ ഉണ്ടാക്കിയതിൽ പങ്കാളികളായ, നിന്നെ ജനിപ്പിച്ചതിൽ പങ്കാളികളായ മാതാവും പിതാവും നീ ഇന്ന് നാവുകർത്തി സംസാരിക്കാൻ കാരണക്കാരിൽ ഒരു കൂട്ടരാണ് അവർ. അതുകൊണ്ട് എന്ന് പോലും പറഞ്ഞ് ആ ഹൃദയങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഖുർആൻ വിശദീകരിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശദീകരണമുണ്ട് അതിന്. ഇത് ഹറാമാണ്, പാടില്ല. പലിശ നിങ്ങൾ തിന്നരുതേ എന്ന്. എന്തുകൊണ്ട്? അത് അന്യായമായ തീറ്റിയാണെന്ന് ഖുർആൻ. അവരനെ ദ്രോഹിച്ചുള്ള സമ്പാദ്യമാണതെന്ന്. പാടില്ല എന്ന്. ഇല്ല അന്തക്കൂന പരസ്പര തൃപ്തിയോടുകൂടിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അവരന്റെ സമ്പാദ്യം നിന്റെ കീശയിൽ വരാൻ പാടില്ല എന്ന്. മറ്റൊരാളുടെ കീശയിലിരിക്കുന്ന പൈസ എന്റെ കീശയിലേക്ക് വരണമെങ്കിൽ അവന്റെയും എന്റെയും തൃപ്തി ഉണ്ടാകണം. അങ്ങനെയുള്ള ന്യായമായ ഒരു ഇടപാടിലൂടെ അല്ലാതെ ആ പണം നിന്റെ പോക്കറ്റിൽ വരാൻ പാടില്ല. അത് ഖുർആൻ വിശദീകരിച്ചു. തൃപ്തി വേണമെന്ന്. അതൃപ്തിയായിട്ട് അത് ദ്രോഹമാണ് പലിശ ഈടാക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ അധ്വാനം, അവന്റെ ചോരയും നീരയും ഒരു അധ്വാനവും ഇല്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം കീശയിൽ കൊണ്ടുവന്ന് കുമ്പ വീർപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അത് അന്യായം തന്നെ. ഇത് ഞാൻ പൊറുക്കുന്ന പാവമല്ല എന്ന് അതാ ഖുർആൻ സംസാരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അതിന് വ്യക്തമായ തെളിവ്, വ്യക്തമായ വിശദീകരണം കൊടുക്കുന്ന ഖുർആൻ. അങ്ങനെ സത്യവും അസത്യവും, ന്യായവും അന്യായവും, ധർമ്മവും അധർമ്മവും, നല്ലതും ചീത്തയും വിശദീകരിക്കുന്ന വചനങ്ങൾ കൊണ്ട് അതിലൂടെ സന്മാർഗവും വിശദീകരിച്ചില്ലേ? അതിലൂടെ അള്ളാഹു സന്മാർഗം വിശദീകരിക്കുന്നത്.
യഥാർത്ഥ മതം, യഥാർത്ഥ ജീവിതം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് എല്ലാം ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ബന്ധപ്പെട്ടേക്കാവുന്ന സമസ്ത മേഖലയിലേക്കും വിരൽ ചൂണ്ടുന്നു ഖുർആൻ. സാംസ്കാരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, വൈവാഹികമാകട്ടെ, വൈയക്തികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഏത് മേഖലയിലേക്ക് നിങ്ങൾ കൈയെടുത്ത് വെച്ചാലും കാലെടുത്ത് വെച്ചാലും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇവിടെ ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് വസ്തുനിഷ്ഠമായി വിശദീകരിക്കുന്ന ശക്തമായ തെളിവുകൾ കൊണ്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അതാണ് ഖുർആൻ. അതാണ് നമ്മുടെ മാനിഫെസ്റ്റോ, അതായിരിക്കണം നമ്മുടെ വഴികാട്ടി, അതാണ് നമ്മുടെ ഇമാം നമ്മുടെ നയിക്കേണ്ടത്. ഇമാമുക്ക എന്നൊരു ചോദ്യമുണ്ട് കബറിൽ, നിന്റെ ഇമാം ആരായിരുന്നു എന്ന്, നിന്നെ വഴി നടത്തിയതാരായിരുന്നു എന്ന്, എനിക്ക് വഴി കാണിച്ചത് ഖുർആനാണെന്ന് മറുപടി പറയണമെങ്കിൽ ആ ഖുർആനിലൂടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? അല്ലാതെ എഴുതിക്കൊണ്ടുപോയാൽ നടക്കുന്ന കാര്യമാണോ ഇത്? അത് ഖുർആൻ വഴി കാണിക്കാണ്, സത്യത്തിലേക്ക്, സൽപാന്താവിലേക്ക് നേരായ വഴി ഖുർആൻ കാണിക്കും. അതിനിടയിൽ മോശമായ വഴിയെ വിശദീകരിക്കും. ഇത് തിന്മയാണെന്ന് പറയും, ഇത് നല്ല വഴിയാണെന്ന് പറയും. അങ്ങനെ നല്ല വഴിയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കാൻ, മനുഷ്യന് നല്ല വഴി കാണിക്കാൻ വേണ്ടി അവതീർണമായ ഗ്രന്ഥം ഖുർആൻ. അതാണ് അതിനുള്ള കടമ. എന്തുകൊണ്ട് റമദാൻ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറഞ്ഞു? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹു സന്മാർഗത്തിന്റെ വെളിച്ചമായി ഖുർആൻ നമുക്ക് നൽകി എന്നുള്ളതാണ്. ഈ ചെറിയ കാര്യമല്ല. നമ്മൾ ഇന്ന് മുസ്ലിമായി ജീവിക്കുന്നു. നോക്കൂ, നമുക്കിടയിൽ മുഹമ്മദ് നബി ഇല്ല, ഇന്നൊരു പ്രവാചകനോട് ജീവിച്ചിരിപ്പില്ല. എന്നിട്ടും ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ഈ കമലേശ്വരത്ത് പോലും വിവിധ പള്ളികൾ ജുമാക്ക് വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ്. എത്ര വലിയ തിരക്കുകളുണ്ട് നമുക്ക്, ദുനിയാവിന്റെ എത്രയേറെ ആവശ്യങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങളും ത്യജിച്ചിട്ട് ഓടിപ്പടച്ച് പള്ളിയിലേക്ക് വന്ന് നമ്മളിങ്ങനെ സഫ് കെട്ടി ഈ ഉത്ബോധനങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം എന്താണ്? മുഹമ്മദ് നബി ഇന്ന് ജീവിച്ചിരിപ്പില്ല, അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല, റബ്ബുമായി നേരിട്ട് നമുക്ക് കോണ്ടാക്ട് ഇല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, നമുക്ക് വഴി കാണിച്ചത് ഖുർആൻ. ആ ഖുർആൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് മുസ്ലിമായി ജീവിക്കുന്നത്, നമ്മൾ ഇപ്പോഴും ചിട്ടയായി ജീവിക്കുന്നത്. എന്നും പ്രാരാബ്ദമുണ്ട്, പണത്തിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും എളുപ്പം സമ്പാദിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? 10,000 രൂപ കയ്യിൽ വെച്ചാൽ പിന്നെ അത് മതി, അതൊരു ഇൻവെസ്റ്റ് ആക്കിയിട്ട് ഇവിടെ വട്ടിപ്പലിശയ്ക്ക് കൊടുത്താലും കൊള്ളപ്പലിശയ്ക്ക് കൊടുത്താലും നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നിരിക്കുമ്പോഴും ഒരെണ്ണ പൈസ പോലും പലിശയ്ക്ക് കൊടുക്കാത്ത തീരുമാനം എവിടെ നിന്നുണ്ടായെന്നറിയുമോ? എന്തുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്നില്ല? എല്ലാവരും എളുപ്പവഴിക്ക് സമ്പാദിക്കാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്? അല്പ പൈസ ഉണ്ടാക്കിയ പിന്നെ പലിശയ്ക്ക് കൊടുത്താൽ മതി. ഇവിടെ പലിശയ്ക്ക് പണം എടുക്കാൻ ആൾക്കാർ തിക്കും തിരക്കുമാണ്. ബിസിനസ്സുകാർക്കും കച്ചവടക്കാരും ഏറ്റവും കൂടുതൽ പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാലത്ത് കച്ചവടത്തിന് അവർക്ക് മൂലധനമില്ല, അതുകൊണ്ട് പലിശക്കെടുക്കും. വൈകുന്നേരം വട്ടിപ്പലിശയായിട്ട് അവർ മീറ്റർ പലിശ, അങ്ങനെ പല പേരുണ്ട്. ഈ ഇടപാടിന് വേണ്ടി നിൽക്കുകയാണ്. അത് കൊടുത്ത് ജീവിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമുക്കിടയിലുള്ളപ്പോൾ നമ്മളിൽ മഹാഭൂരിപക്ഷം ആൾക്കാർ ആ പണിക്ക് നിൽക്കാത്തതിന്റെ കാര്യം അറിയുമോ? ഇന്നും ഇവിടെ ഖുർആൻ ഉള്ളത് കൊണ്ടല്ലേ. നമ്മൾ എന്തുകൊണ്ട് ലഹരിയിലേക്ക് പോകുന്നില്ല? ഇവിടെ സർക്കാർ സംവിധാനത്തിൽ അടക്കം ഇവിടെ ഇന്ന് വ്യാപകമായി പരസ്യം നൽകിയിട്ട് ലഹരി വളരെ വിശാലമായി കച്ചവടം ചെയ്യുമ്പോൾ ആ ലഹരി പദാർത്ഥങ്ങളൊന്നും നാവിന്റെ തുമ്പിൽ വെച്ച് നുണഞ്ഞു നോക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്തതിന്റെ കാര്യം എന്തുകൊണ്ടെന്നറിയുമോ? ആ ഖുർആൻ ഉള്ളത് കൊണ്ടാ. അല്ലാതെ മുഹമ്മദ് നബി നേരിട്ട് പറഞ്ഞോ? റസൂൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ ഖുർആനാണ് നമുക്ക് വഴി കാണിച്ചത്. ആ ഖുർആൻ നൽകിയ ഹിദായത്താണ്. അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈന എന്ന് പാടിയ സഹാബത്തിന്റെ ജീവിതം അറിയും. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സന്മാർഗം ഉണ്ടാകുമായിരുന്നില്ല എന്ന്, ഈ സത്യമതം നമ്മൾ അറിയില്ലായിരുന്നു എന്ന്, ഈ മാർഗദർശനം നമുക്ക് ലഭ്യമാകില്ലായിരുന്നു. അല്ലാഹു ഉണ്ടായിരുന്നു. അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകനിലൂടെ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ബഅസ ഫീഹിം റസൂലൻ യത്ലു അലൈഹിം വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അല്ലാഹു ഒരു വിശ്വാസിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? അള്ളാഹു വിശ്വാസികൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? ഖുർആൻ പറയാണ്, നിങ്ങൾക്കൊരു പ്രവാചകനെ ഞാൻ അയച്ചു, ആ പ്രവാചകന് ഒരു വേദവും കൊടുത്തു വിട്ടു, ആ പ്രവാചകൻ നിങ്ങളെ വേദം പഠിപ്പിച്ച് നിങ്ങളെ സംസ്കരിച്ചെടുത്തു. അതാണ് അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. ആ അനുഗ്രഹത്തെ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താ. നമ്മൾ ആലോചിച്ച് നോക്കുക, 700 കോടിയിലേറെ മനുഷ്യർ ജീവിക്കുന്ന ഈ ദുനിയാവിൽ 200 കോടിയോളം വരുന്നവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ. ഈ 500 കോടിയിലേറെ ആൾക്കാരും മുസ്ലിമീങ്ങളല്ല. ഈ 200 കോടിയിൽ തന്നെ 200 കോടി മനുഷ്യരിൽ തന്നെ ഖുർആൻ മനസ്സിലാക്കി, ഹദീസ് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് പ്രതിജ്ഞയെടുത്ത് ഖുർആനികമായി ജീവിക്കുന്നവരോ വളരെ തുലവും തുച്ഛം തന്നെയാണ്. ആ കൂട്ടത്തിൽ ഒരുവനായി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ റബ്ബ് ചെയ്ത എത്ര വലിയ അനുഗ്രഹം. കോടിക്കണക്കിന് മനുഷ്യർ സമകാലീനായി ജീവിച്ചിരിക്കുന്നവർക്ക് പോലും കിട്ടാത്ത ഈ മാർഗം, സന്മാർഗം, നേർക്ക് നേരെ നിന്ന് ഖുർആന്റെ വചനം അവതീർണമാകുന്ന വഹി ഇറങ്ങുന്ന നാട്ടിൽ, പ്രവാചകൻ വഹി ഇറങ്ങുന്ന വീട്ടിൽ, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടവനായ അബൂ ത്വാലിബിന് കിട്ടാത്ത ഹിദായത്ത് നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വവും വണ്ണവും നമ്മൾ മനസ്സിലാക്കണ്ടേ? വഹി ഇറങ്ങുന്ന വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞത് ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. പിതൃപേരെ, അമ്മി, എന്റെ കൊച്ചാപ്പ, നിങ്ങളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേ, അങ്ങക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വാദിക്കാം.
അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് വാദിച്ചു നിൽക്കണ്ടേ അങ്ങക്ക് വേണ്ടി? അത്രമേൽ പ്രിയപ്പെട്ടവനാണ് താങ്കൾ എനിക്ക്. അങ്ങനെയെങ്കിലും തള്ളിക്കളയാൻ പറ്റിയ വ്യക്തിബന്ധമല്ല. ആദർശ ബന്ധം എന്നുള്ളത് മറ്റൊന്നാണ്. ഈ ആദർശം റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവപ്പെട്ടത് അള്ളാഹു പഠിപ്പിച്ച ഈ സിദ്ധാന്തം പഠിപ്പിക്കലാണ്. ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം. അതാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതാണ് ഏറ്റവും വലിയ കർമ്മം എന്നുള്ളത്. അതിനപ്പുറത്ത് ആരുമില്ല. പക്ഷെ എന്നിട്ടും അബൂ ത്വാലിബിന് വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു പ്രാണബന്ധമുണ്ടാക്കി. എന്തുകൊണ്ടെന്നറിയുമോ? മാതാപിതാക്കളില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആരും ഒന്ന് ചേർത്ത് പിടിച്ച് അണച്ചു പിടിച്ച് തലയിൽ തലോടാത്തൊരു കാലഘട്ടത്തിൽ ചേർത്ത് പിടിച്ചവൻ അബൂ ത്വാലിബ്. അതൊന്നും മറക്കാൻ കഴിയില്ല. ആ ചെറിയ ബാല്യത്തിൽ റസൂലിന്റെ തലമുടിയിൽ തടകിപ്പോയ ഒരു തലോടലിന് പോലും കടമപ്പെട്ടവനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ജീവിതം. അത് നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ആരായിക്കോട്ടെ, അബൂ ത്വാലിബ് അവസാനം വരെ മോശക്കാരനാ അള്ളാഹുവിന്റെ മുമ്പിൽ. കാരണം റബ്ബിനെ വിശ്വസിച്ചിട്ടില്ല, അയാളുടെ ഈഗോ അനുവദിച്ചിട്ടില്ല. അയാൾക്ക് അറിയാമൊരു നല്ല മതമാണ് വലക്കത് അലിംദു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയത്തി ദീന എന്ന്. എനിക്കറിയാം ഈ പ്രപഞ്ചത്തിന് മീതെയുള്ള ഏറ്റവും മനോഹരമായ ജീവിത വ്യവസ്ഥ എന്നുള്ളത്, മതസങ്കല്പം എന്നുള്ളത്, അത് മുഹമ്മദ് നീ അവതരിപ്പിച്ചത് തന്നെയാണ്. അതിലെനിക്ക് തർക്കവുമില്ല കേട്ടോ. പക്ഷെ അതിലേക്ക് വരാൻ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ വലിയ പ്രമാണിയാണ്. ജനങ്ങൾ എന്നെ അബൂ ത്വാലിബ് പാരമ്പര്യവാദിയായി കണക്കാക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയിൽ നിന്ന് പുറത്തുപോയാൽ അതെനിക്ക് വലിയ പരാജയമായി പോകും, അതെനിക്ക് വലിയ നിന്ദയായി പോകും. എന്റെ ചരിത്രം ഇങ്ങനെ വാഴ്ത്തപ്പെടട്ടെ, ഞാൻ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച അഭിമാനി ആയിരുന്നു എന്ന് ചരിത്രം എന്നെ രേഖപ്പെടുത്തട്ടെ എന്ന് ദുരഭിമാന ബോധവും അഹന്തയും താൻ ഭാവവും ഒക്കെ ആ മനുഷ്യനെ വേട്ടയാടിയത് കൊണ്ടാണ് അയാൾക്ക് ഇസ്ലാം അന്യം നിന്നത്. അയാൾക്ക് കൊടുക്കാൻ റസൂലിനെ ആഗ്രഹിച്ചു പോയി. ആ അവസ്ഥയിൽ റസൂലിന്റെ സ്നേഹം നോക്കണം. നമുക്കും പ്രിയപ്പെട്ടവരുണ്ടാകും. അവർ നമുക്ക് നൽകിയിട്ടുള്ള ഉപകാരങ്ങൾക്ക്, അവർ നമ്മളോട് കാണിച്ച സഹായങ്ങൾക്ക്, അതിനൊക്കെ നമ്മൾ കടമ കാണിക്കാൻ ബാധ്യസ്ഥരാണെന്ന് അവസാനം റസൂലിന്റെ ജീവിതം പഠിപ്പിക്കുന്നത്. അത് ആദർശത്തിൽപ്പെട്ടയാൾ നമ്മളാളല്ല. നമ്മളാളോ അല്ലേ അതല്ല പ്രശ്നം. മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിക്കപ്പെടണം. ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും മറക്കാൻ പാടില്ല. അതാ ഒന്നാമത് ഇസ്ലാമിന്റെ അധ്യാപനം പോലും. അത് ഗൗരവമുള്ള വിഷയമാണ്. ആ അബൂ ത്വാലിബിനെ വിട്ടുകൊടുക്കാൻ റസൂൽ. പക്ഷെ ആ അബൂ ത്വാലിബിന് കിട്ടാത്ത സംഗതി നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഹിദായത്തിന്റെ വേണം നമ്മൾ മനസ്സിലാക്കണ്ടേ. അതാണ് ആ ഹിദായത്ത് നൽകാൻ കാരണമായി ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഖുർആൻ സംസാരിച്ചത് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസ്മുഹു എന്ന്. നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ട് അത് കഴിയാത്തവൻ ആ ദിവസങ്ങൾ കഴിയുന്നില്ല മറ്റു ദിവസങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു ഖുർആൻ. എന്നിട്ട് അങ്ങനെ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. ഇപ്പൊ 10 ദിവസം പിടിച്ചു, അല്ലെങ്കിൽ 25 ദിവസം പിടിച്ചു, 28 നോമ്പ് പിടിച്ചു, പക്ഷെ 2 നോമ്പ് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. രോഗം തടസ്സമായി, യാത്ര തടസ്സമായി. അത് രണ്ടും പിന്നീട് പിടിച്ചു വീട്ടിയിട്ട് എണ്ണം നിങ്ങൾ പൂർത്തിയാക്കാൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് ചേർത്ത് അല്ലാഹ് പറഞ്ഞു ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്തിനെന്നറിയുമോ നിങ്ങൾ നോമ്പ് പിടിക്കാൻ പറഞ്ഞത്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയില്ലേ? ഈ ഖുർആനിലൂടെ നിങ്ങൾക്ക് വെളിച്ചം നൽകിയില്ലേ? നിങ്ങൾക്ക് ഈ പറയുന്ന ജീവിതം നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അതിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യതനായി വിധേയപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ തക്ബീർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് തക്ബീർ ചെയ്യുക, അള്ളാഹുവിനെ വലിയവനാക്കുക. ഇനി നമ്മൾ ഇങ്ങനെ വലിയവനാക്കുക, തക്ബീർ ചൊല്ലാം നമുക്ക് അല്ലാഹു അക്ബർ എന്ന്. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നോമ്പ് പൂർത്തിയാകുമ്പോൾ നമ്മൾ അതിന്റെ വിശദീകരണത്തിലാണ് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ തക്ബീർ തുടങ്ങാൻ പറയുന്നത്. തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയത്തോടൊക്കെ തക്ബീറുകൾ പറയുന്നത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്തെന്നറിയുമോ? നിങ്ങൾ എന്തുകൊണ്ട് നോമ്പ് പിടിക്കണം? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനീത വിധേയ വേഷം കെട്ടിക്കൊണ്ട് അള്ളാഹുവിന് വലിപ്പമുള്ളവനാക്കി അവന്റെ മുമ്പിൽ പഞ്ചപുച്ചു മടക്കി നിൽക്കാൻ നോക്കൂ. നമ്മൾ അധ്വാനിച്ച സമ്പാദ്യം, ഞാൻ പൈസ കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ സമ്പാദ്യം, അതിൽ നിന്ന് ഞാൻ മീനും പച്ചക്കറിയും അരിയും ഒക്കെ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് ആഹാരം വേവിച്ചു. എനിക്ക് നല്ല വിശപ്പ്, എൻ്റെ മുമ്പിലേക്ക് ആഹാരം എടുത്തു വെച്ചു, വെള്ളം എടുത്തു വെച്ചു. കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരുത്തമെന്ന് പറഞ്ഞു എണീക്കാൻ കഴിക്കണ്ടെന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് നല്ല ദാഹവുമുണ്ട്. എന്നോട് ഒരാൾ വന്ന് പറയണേ കഴിക്കണ്ട, എഴുന്നേക്കാൻ. ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കണോ? ഞാൻ ചോദിക്കില്ല എങ്ങനെയായാലും എന്തിനു എഴുന്നേക്കണം? ഞാൻ വിശന്നിരിക്കുകയാണ്. ഞാൻ ആരെയും തട്ടിപ്പറിച്ചുണ്ടാക്കിയ സമ്പാദ്യമല്ല, ഇത് എന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന്. അതങ്ങ് എനിക്ക് കേൾക്കണ്ട. നീ എഴുന്നേക്ക്, ഞാൻ പറഞ്ഞിട്ട് കഴിച്ചാൽ മതിയെന്ന്. ഇപ്പൊ നീ കഴിക്കണ്ട, ഒരു 6 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നീ കഴിച്ചാൽ മതി, ഞാൻ പറയുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ അവന്റെ മുമ്പിൽ അനുസരിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. അനുസരിക്കില്ല. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ അധ്വാനം നമ്മൾ കഴിക്കും. നമുക്ക് ദാഹവും വിശപ്പുണ്ട്. പക്ഷേ റബ്ബ് പറയണം കഴിക്കില്ലെന്ന്. നിനക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, എനിക്കറിയാം. നീ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് ഞാൻ തന്നെങ്കിൽ പോലും. ആ നിന്റെ തീന്മേശയിൽ വെച്ച് വിളമ്പാവുന്ന വിധം വിഭവസമൃദ്ധമായ ആഹാരം നിന്റെ അടുക്കളയിൽ ഉള്ളപ്പോഴും അത് കഴിക്കണ്ട എന്ന് റബ്ബ് പറയുമ്പോൾ ഇല്ല റബ്ബേ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുന്ന വിധേയത്വമുണ്ടല്ലോ, അതിന്റെ അങ്ങനെ നന്ദി കാണിക്കാൻ പറഞ്ഞ് എന്തിനെന്നറിയുമോ? നിങ്ങൾക്ക് ഹിദായത്തിനാ.
അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിന് വർഷാവർഷം നന്ദി കാണിക്കാൻ, ആ ഹിദായത്തിന് കാരണമായ അവതീർണമായ ഗ്രന്ഥം ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ മുഴുവൻ നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അങ്ങനെയാണ് മനുഷ്യർ നന്ദിയുള്ളവരാവുക. നന്ദി കാണിക്കാൻ വേണ്ടി കൂടിയാണെന്ന് അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിന്റെ നന്ദി. ആ നന്ദി പ്രകാശനമാണ് ഈ മാസം മുഴുവനും പകലന്തിയോളം പട്ടിണി കിടന്നിട്ട് ഓരോ വിശ്വാസിയും റബ്ബിന്റെ മുമ്പിൽ പൂർത്തീകരിക്കുന്നത്. അതാ ഖുർആൻ സംസാരിച്ചത്. ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചർച്ച ചെയ്യാത്ത, നമ്മുടെ ചിന്ത പോകാത്തൊരു ഭാഗമാണ്. ഈ ഹുദ, നമുക്ക് അള്ളാഹു നൽകിയ ഹുദ, ആ സന്മാർഗം എന്നുള്ള അനുഗ്രഹത്തിന്റെ വണ്ണം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ഈ ഒരൊറ്റ മാർഗം ഉണ്ടല്ലോ, ഈ ഹുദ മാത്രമാണ് പടച്ചവന്റെ മുമ്പ് നിൽക്കുക. അള്ളാന്റെ മുമ്പ് വരുമ്പോ ഈ സന്മാർഗത്തിലൂടെ, ഈ സൽപാന്താബിലൂടെ വന്നവർ സിറാത്തുൽ മുസ്തഖീം എന്ന്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ദിവസവും പ്രാർത്ഥിക്കല്ലേ. 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും റബ്ബിനോട് പറയാനുള്ളത് അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ നിർത്തണേന്ന്. ആ വഴി കാണിക്കണേ, നേരായ വഴി. ആ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചു പോകുന്നവരാണ് പരലോകത്ത് വിജയത്തീരെ തണിയുക, അല്ലാത്തവരെത്തില്ല. അപ്പൊ ആ ഹിദായത്ത് നമുക്ക് ലഭ്യമാകാൻ കാരണമായത് ഖുർആനാണ്. ആ ഹിദായത്ത് ലഭ്യമായതിന് നന്ദിയായിട്ട് ഖുർആൻ അവതീർണമായ മാസം മുഴുവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ വിധേയപ്പെട്ടുകൊണ്ട്, വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മനുഷ്യൻ റബ്ബിനെ വലിയവനാക്കുന്നു. നമ്മൾ ചെറിയവനായി മാറണം അള്ളാഹുവിന്റെ മുമ്പിൽ. അതാ അള്ളാഹുവിനെ വലിയവനാക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ അങ്ങേയറ്റം നമ്മൾ ചെറിയവനായി കൊടുക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങളൊന്നുമല്ല, നീ പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കും, നീ പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല, നീ പറഞ്ഞാൽ കഴിക്കണ്ടെന്ന് കഴിക്കുന്നില്ല. അസ്തമയം വരെ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അസ്തമയം വരെ കഴിക്കില്ല. ഇശാ വരെയാണ് നീ സമയം നിശ്ചയിക്കുന്നതെങ്കിൽ ഇശാ വരെയും കഴിക്കില്ല. 24 മണിക്കൂർ നീ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ ഒഴിവാക്കും. റബ്ബ് പറഞ്ഞാൽ, കാരണം അള്ളാഹു നീയാണ് വലിയവൻ, നീയാണ് നമുക്ക് ഈ മാർഗദർശനം നൽകിയവൻ, നീയാണ് നമുക്ക് വെളിച്ചം വീശിയവൻ, നിന്റെ മുമ്പിൽ നമ്മൾ സർവസ്വം സമർപ്പിക്കുന്നു എന്ന് മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു കരാറാണ്, ഒരു ഇടപാടാണ് നോമ്പെന്നുള്ളത്. ആ നോമ്പ് പിടിക്കാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ, നമുക്ക് കിട്ടിയ ഹിദായത്തിന്റെ വണ്ണവും മഹത്വവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം വിശുദ്ധ റമദാനിലേക്ക് കടന്നു ചെല്ലാനും ഈ നോമ്പ് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാനും അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവര്, വിശുദ്ധ റമദാൻ മാസം വരുന്ന ബുധൻ അല്ലെങ്കിൽ വേഴൻ, ഈ രണ്ടാമൊരു ദിവസമായിരിക്കും നോമ്പിൻ്റെ ആദ്യം ഉണ്ടാവുക. പിറ ദർശിക്കുന്നതിന് ശേഷം മാത്രമാണ് ഫക്മുലു ഇൻ ഒബിയ ആലേക്കും ഫക്മുലു ഇദത്ത ശഅബാന സലാസി, 29 ശക്കിൻ്റെ രാത്രി നിങ്ങൾ പിറ തേടുകയും അന്ന് പിറ കാണാൻ കഴിയാതെ പോകുന്ന പക്ഷം 30 പൂർത്തിയാക്കി റമദാനിലേക്ക് കടക്കുകയും ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നോമ്പിലേക്ക് കടക്കാൻ. അതിസമർത്ഥന്മാരും ആയി മാറാൻ വേണ്ടിയിട്ടും കൂടുതൽ പ്രവാചക ചര്യയെ പോലും ഓവർടാക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രദേശത്തെങ്ങും കാണാത്തൊരവസ്ഥയിലും മറ്റ് ആരുടെയെങ്കിലും എവിടെയെങ്കിലും ലോകത്തിൻ്റെ കോണിൽ കണ്ടു എന്ന് കേട്ട കഥയുടെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും കലണ്ടർ സംവിധാനത്തിലൂടെ അറിയിക്കുന്നതിൻ്റെ പേരിലോ ഒന്നും നമ്മളൊരു ആവേശം കാണിച്ചൊരു നോമ്പ് അധികം പിടിക്കാമെന്ന് കണക്കാക്കില്ല. അത് അതിബുദ്ധിയാണ്. നമ്മൾ ഈ ഏത് വിഷയത്തിൽ എന്താ നമുക്കുള്ളത്, ഇതുകൊണ്ടൊക്കെ എന്താ റബ്ബിന് സാധ്യമാകുക? നമ്മൾ കുറേ നേരം ആഹാരം ഒഴിവാക്കിയാൽ പടച്ചവൻ്റെ റേഷൻ സംവിധാനത്തിൽ ഇടിവ് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് വർഷത്തിലെങ്കിലും ഒരു പട്ടിണി കിടണം. ഇവരിങ്ങനെ തിന്നു മതിച്ചു പോയാൽ പടച്ചവനിവിടെ ആഹാരം കൊടുക്കാൻ കഴിയില്ല എന്ന പ്രശ്നം പരിഹരിക്കാനാണോ? അല്ലല്ലോ, നിങ്ങളുടെ അനുസരണ കാണിക്കാൻ വേണ്ടിയാണ്. പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം, നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. അതാ റബ്ബ് നോക്കുന്നത്. നമ്മൾ ഈ പല വിഷയങ്ങളിലും നമ്മൾ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കാറുണ്ട്. അതല്ല അള്ളാഹു പറയുന്നത്. ഈ അസ്തമയമായ നോമ്പ് തുറക്കാൻ അപ്പോൾ ചില ആൾക്കാരുടെ ഒരു തീവ്ര ചിന്ത, അസ്തമയമായോ ആയില്ലേ, കൺഫ്യൂഷൻ, അല്പം കൂടെ കഴിയട്ടെ, ആയി കാണണം എന്നാൽ അല്പം കൂടെ കഴിയട്ടെ എന്ന് കണക്കാക്കിയിട്ട് അസ്തമയം കഴിഞ്ഞും നോമ്പ് തുറക്കുന്നതിനെ വൈകിപ്പിക്കുന്നവൻ അവൻ സമർത്ഥനാണ്, അല്ലെങ്കിൽ കരുത്തുറ്റ നോമ്പുകാരനാണ്, കുറച്ചുകൂടി മിനിറ്റുകൾ കൂടുതൽ നോമ്പ് പിടിച്ച ആളാണ് എന്നെങ്കിലും പടച്ചവന് മുമ്പിൽ നിൽക്കില്ല. നോമ്പ് തുറക്കാൻ പറഞ്ഞാൽ നോമ്പ് തുറക്കണം, അത്താഴം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ അനുസരണ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാം, ന്യായമായ കാര്യങ്ങൾ അനുസരിക്കാൻ, അന്യായമായ കാര്യങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ റബ്ബ് ഉണ്ടല്ലോ, റബ്ബിൻ്റെ വിഷയത്തിൽ ചോദ്യങ്ങളില്ല. റബ്ബ് പറഞ്ഞാൽ അനുസരിക്കുക, സമീന വഅതഅന, ഇതാ എല്ലായിടത്തും കാണാനുള്ളത്. നോമ്പിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഓവർ സ്മാർട്ട് ആവുന്ന രീതിയിൽ നമുക്ക് വേണ്ട, അതിബുദ്ധി കാണിക്കേണ്ട ആരും. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലും ശാസ്ത്രം പുരോഗമിച്ചു, കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു, ഇനിയും നേരം വെളുത്തില്ല എന്നതുമല്ലല്ലോ. നിങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്യും? നോമ്പിൻ്റെ സിസ്റ്റം പോലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാണ്. ഇതെങ്ങനെ പിടിക്കണമെന്ന് റസൂൽ പറഞ്ഞതുപോലെ പിടിച്ചാൽ മതി, അതിനപ്പുറത്തൊന്നും നിങ്ങളില്ല. അങ്ങനെ ശാസ്ത്രവും പുരോഗമിച്ചു, കാലം പുരോഗമിച്ചു. അതുകൊണ്ട് ആ വിധത്തിലേക്ക് എന്ത് ചെയ്യുക, ഈ ഫാസ്റ്റിങ്ങിൻ്റെ സംവിധാനം, ഈ നോമ്പ് സംവിധാനമൊക്കെ പോരാ, മാറ്റം പറയണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്താക്കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക.
നമ്മുടെ ഇത്തിരി കുഞ്ഞം ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും പടച്ചവൻ്റെ വിശദീകരണങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത്. അല്പം ഡെപ്തിന് പഠിക്കാൻ കഴിയണം. നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല എങ്കിൽ അത് തെറ്റാണ് എന്ന് ധരിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ അതിബുദ്ധി കാണിക്കുകയാണ് അവിടെ. നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്ന് നമ്മുടെ നാട്യത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രസ്താവനകളും പടച്ചവൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളുടെയും കാമ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, നമ്മുടെ ഈ ബുദ്ധി വികസിച്ചിട്ടില്ലെന്ന് കണക്കാക്കുക. അതാ ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, അള്ളാഹുവിൻ റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണ് ഏത് പ്രവൃത്തിയിൽ നമ്മൾ നിൽക്കേണ്ടത്. ഇപ്പോൾ റസൂല് പറഞ്ഞതുപോലെ പിറ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പ് കിട്ടിയാൽ ഷാബാൻ പൂർത്തിയായി കഴിഞ്ഞാൽ നോമ്പിലേക്ക് കിടക്കാം. നോമ്പ് എന്നുള്ളത് നമുക്കറിയാം, ലാ മിസ്ല ലഹു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനതകളില്ലാത്ത അമലാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സമാനതകളില്ലാത്ത അമലാണ്. ആ അമലിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല ഒരു കാരണവശാലും. എല്ലാവരുടെയും നിർബന്ധിതമായൊരു ബാധ്യതയാണ്. ഇതിന് മറ്റു പരിഹാരങ്ങളുമില്ല. നോമ്പിന് നോമ്പ് തന്നെയാണ് പരിഹാരം. ന്യായമായ കാരണങ്ങളുണ്ട്. രോഗം കൊണ്ട് നിങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, യാത്രയുടെ ക്ലേശം കാരണം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റാനുള്ള ഇളവിനപ്പുറത്തേക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഇളവുമില്ല, ഒരു മാർഗവുമില്ല. ഇത് പിടിച്ചേ തീരും. അള്ളാഹുവിൻ്റെ നിർബന്ധമായ ഒരു നിർദ്ദേശമാണ് കുത്തിബ അലൈക്കും സിയാം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത് നമ്മളും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും ഇത് കൃത്യമായി പാലിക്കണം. നമ്മൾ വലിയ സ്നേഹമുള്ള ആൾക്കാർ, മക്കളോടൊക്കെ വലിയ സ്നേഹമാണ്. അവരെങ്കിലും വിഷന്നിരിക്കുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യം പിടിക്കാറങ്ങുമില്ല. ആ 10-18 വയസ്സായിട്ടുള്ളൂ, ഇപ്പോഴെങ്കിലും നോമ്പ് പിടിക്കേണ്ട മക്കളെ ഒന്നാവൻ ജിമ്മിൽ പോകുന്ന പയ്യനാണ്. അവൻ ഇനി നോമ്പും പിടിപ്പിച്ചിട്ട് അവൻ ഈ പറഞ്ഞ വിറ്റാമിനൊക്കെ കഴിച്ച് മസിലൊക്കെ പെരുക്കാൻ വേണ്ടി സിക്സ് പാക്കിന് വേണ്ടി നടക്കുന്ന അവനെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കേണ്ട എന്ന് കണക്കാക്കുന്ന രക്ഷകർത്താക്കൾ ഇവരുണ്ട്. മക്കൾ പരീക്ഷയാണ്, സ്കൂളിൽ പോകുന്ന സമയമാണ്, അതുകൊണ്ട് നോമ്പ് വേണ്ട, തൽക്കാലം കോളേജിൽ പോകുന്ന സമയമാണ്, ഇപ്പോൾ ഈ ലീവ് ദിവസങ്ങൾ നോമ്പ് പിടിച്ചാൽ മതിയെന്ന് അങ്ങനെ പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ലീവ് ദിവസം ഉണ്ടാകുമ്പോഴും അങ്ങനെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴുമൊക്കെ അങ്ങ് പിടിച്ചാൽ മതി എന്ന് കണക്കാക്കാൻ വേണ്ടിയല്ല നിസ്കാരവും നോമ്പും വെച്ചിട്ടുള്ളത്. ഇത് നിർബന്ധ ബാധ്യതയാണ്. ഇതിന് ഒഴിവാകാൻ ഒരു കാരണവുമില്ല. സുന്നത്ത് നോമ്പുകൾ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വിധത്തിലാണെങ്കിൽ ഒഴിവാക്കിക്കോ, അല്ലെങ്കിൽ വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഈ റമദാൻ മാസത്തിൻ്റെ ഒരു നോമ്പ് പോലും പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പാടില്ല. നിർബന്ധമായ ബാധ്യതയാണ്. അന്യോന്യം മനസ്സിലാക്കുക. രക്ഷകർത്താക്കൾ മക്കളോടൊക്കെ എന്ത് ചെയ്യുക, വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയമാണ്. ഈ സഹാബി വനിതകൾ പറയുന്നുണ്ട്, നമ്മളെ കൊച്ചുമക്കൾ സുന്നത്ത് നോമ്പ് പോകുന്നാൽ പോലും പിടിപ്പിക്കുമായിരുന്നു. ആ നോമ്പ് പിടിച്ച് സായാഹ്നത്തിലെത്തുമ്പോൾ അവർ നിർബന്ധ ബുദ്ധിയോടെ കരയും. കാരണം അവർക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കൊച്ചുകുട്ടികളാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി കളിക്കോപ്പുകൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കും. പലകയിലും ഈന്തപ്പനത്തിൻ്റെ ഇതിനൊക്കെ തോലിലും അതിനൊക്കെ അതിൻ്റെ ചകിരിയിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ കരഞ്ഞു തുടങ്ങുമ്പോൾ ഈ കളിപ്പാട്ടം എടുത്ത് അവർക്ക് കൊടുത്ത് കളിപ്പിച്ച് അസ്തമയം വരെയും കൊണ്ടെത്തിച്ചിട്ട് മക്കൾക്കിപ്പം നോമ്പ് തുറന്നൊരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾക്കെന്ന് സഹാബി വനിതകൾ രേഖപ്പെടുത്തുമ്പോൾ അത്രമാത്രം ഈ മക്കളുടെ വിഷയത്തിൽ അവർ ദീനിയായ ഒരു ചിട്ടയിൽ ജീവിച്ച് വളർന്നു വന്നാൽ മാത്രമേ ഈ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുള്ളൂ എന്നുള്ള അവരുടെ തിരിച്ചറിവാണിത്. നമ്മൾ ഈ കതിൽ വളം വെക്കുന്ന അവസ്ഥ നമുക്കുള്ളത്. ഇഷ്ടത്തിന് ഇവിടെ യഥേഷ്ടം വിടുക. വസ്ത്രത്തിലും വസ്ത്രധാരണയിലും ഇസ്ലാമിക ചിട്ടകളിലും ഒക്കെ ഈ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് പിന്നെ എന്താണ് മുട്ടുവരെ ഉള്ള ഫ്രോക്ക് വിട്ട് കൊച്ചിലെ ആ കുട്ടികളെ വളർത്തി വലുതാക്കുകയാണ്. നോമ്പ് പിടിക്കാൻ പറയില്ല, നിസ്കരിക്കാൻ പറയില്ല. അതൊക്കെ അവർക്ക് സമയമാകുമ്പോൾ അവർ ചെയ്തോളൂ. അവസാനം നമ്മൾ പിടിച്ചാൽ കിട്ടും. ഇവരൊക്കെ കയറി ഇരുന്ന് ചാനലുകളിൽ മറ്റും കയറി ഇരുന്നിട്ട് ഇവർ ഈ ഓരോന്നിനും നമുക്കെതിരെ സംസാരിക്കുന്നത് സ്വന്തം ഉമ്മ മരിച്ചു പോകുമ്പോൾ പോലും അവരെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന, വളരെ മോശമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു തലമുറയെ കൊണ്ടെത്തിക്കുന്നതിൽ നമുക്കും കുറേയൊക്കെ പങ്കുണ്ട്. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മുടെ മക്കളെ കൂടി ഈ ദീനി കാര്യങ്ങളിൽ ഒപ്പം നിർത്തിക്കൂ. അംഫുസക്കും വാഹിലിക്കും നാറ വഖൂദുഹന്നാസു വൽ ഹജാറ. നമ്മൾ നല്ലവരാവുക. നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ, അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ ജീവിതത്തിൽ പകർത്തുക. ഒപ്പം നമ്മൾ കുടുംബത്തെയും ഒപ്പം ചേർക്കുക. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക.